ഹലോ ഗൈസ്, വെൽക്കം എവരി വൺ. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് എൽ ജിയുടെ 2025 ഡ്യുവൽ ഇൻവെർട്ടർ സ്പ്ലിറ്റ് എ സി വിത്ത് AI കൺവെർട്ടിബിൾ 6-in-1 മോഡലാണ്. ഏത് കമ്പനിയുടെ സ്പ്ലിറ്റ് എ സി പർച്ചേസ് ചെയ്യുമ്പോഴും റൂമിനനുസൃതമായിട്ടുള്ള എ സി വേണം പർച്ചേസ് ചെയ്യാൻ. 100 മുതൽ 120 സ്ക്വയർ ഫീറ്റ് വരെയാണ് റൂമെങ്കിൽ 1 ടൺ എ സി ആണ് നല്ലത്. 120 മുതൽ 180 സ്ക്വയർ ഫീറ്റ് വരെയുള്ള റൂമാണെങ്കിൽ 1.5 ടണ്ണാണ് ബെറ്റർ ആയിരിക്കുക. 180 മുതൽ 230 സ്ക്വയർ ഫീറ്റ് വരെ റൂമാണെങ്കിൽ 2 ടണ്ണാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും ഉചിതം. 2025 വരുന്ന ഭൂരിഭാഗം സ്പ്ലിറ്റ് എ സികളും വേരിയബിൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടർ കംപ്രസറുള്ള ഇൻവെർട്ടർ എ സികളാണ്. എൽ ജി എ സിയിൽ വരുന്നത് ഡ്യുവൽ ഇൻവെർട്ടർ ടെക്നോളജിയാണ്. ഡ്യുവൽ ഇൻവെർട്ടർ കംപ്രസർ ആയതുകൊണ്ട് തന്നെ 2 റോട്ടറി വരുന്നുണ്ട്. അതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് റൂം ഫാസ്റ്റായിട്ട് കൂളാവും. രണ്ടാമത്തെ പ്രത്യേകത വരുന്നത് എനർജി സേവ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയുകയും ചെയ്യും. ഡ്യുവൽ റോട്ടറി ഉപയോഗിച്ചുകൊണ്ട് നോയ്സും വൈബ്രേഷനും വളരെയധികം കുറവ് വരും. എൽ ജി എ സിയിൽ AI കൺവെർട്ടബിൾ 6-in-1 വരുന്നുണ്ട്. നമ്മുടെ കംഫർട്ടിന് വേണ്ടി പെർഫെക്റ്റ് കൂളിംഗ് കിട്ടാൻ വേണ്ടി നമ്മുടെ എ സിയുടെ ടണ്ണേജ് കൂട്ടി കുറച്ച് ഉപയോഗിക്കാനുള്ള ഒരു ടെക്നോളജിയാണ് AI കൺവെർട്ടബിൾ 6-in-1. നമ്മുടെ എ സിയുടെ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ റൂമിൽ 4-5 പേരുണ്ട്. നമുക്ക് എല്ലാവരും വളരെ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് എ സി 100% കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യണം. അതിനെ മോഡ് 1 എന്ന് പറയുന്നു. ഇനി നമ്മുടെ റൂമിൽ 2-3 പേരേ ഉള്ളൂ, ആരും അത്ര ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് എ സിയുടെ കപ്പാസിറ്റി 80% കൺവേർട്ട് ചെയ്ത് മോഡ് 2 യൂസ് ചെയ്യാൻ സാധിക്കും. അത്രയും കുറച്ച് കറണ്ട് ചാർജ് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇനി നമ്മുടെ റൂമിൽ 1-2 പേരേ ഉള്ളൂ, ആരും അത്ര ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് മോഡ് 3 എ സി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. 60% കപ്പാസിറ്റിയിൽ എ സി വർക്ക് ചെയ്യും. അങ്ങനെ ഇലക്ട്രിസിറ്റി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ എ സിയിൽ ഒരാൾ മാത്രമുള്ളൂ, അത്ര കൂളിംഗ് ആവശ്യമില്ലെങ്കിൽ എ സി കൺവേർട്ട് ചെയ്തിട്ട് മോഡ് 4 നമുക്ക് മാറ്റാൻ സാധിക്കും. 40% കപ്പാസിറ്റിയിൽ എ സി വർക്ക് ചെയ്യും. ഇനി നമുക്കിതിൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കി എ സി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് AI എന്ന് പറഞ്ഞ ഒരു 5ാമത്തെ മോഡ് വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡ്. എ സി ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് ആ റൂമിലുള്ള ഹ്യൂമൻ ബീയിങ്സിൻ്റെയും പെറ്റ്സിൻ്റെയും ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് റൂമിന് ആവശ്യമുള്ള കൂളിംഗ് നൽകുന്നു. ഇതിനകത്ത് 6ാമതൊരു മോഡ് വരുന്നുണ്ട്, വിരാട് മോഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ റൂമിൽ 100% കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്താലും കൂളിംഗ് പോരാത്തൊരവസ്ഥയിൽ നമുക്ക് 110% ഈ എ സി കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ റൂമിൻ്റെ പുറത്തെ ടെമ്പറേച്ചർ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 55 ഡിഗ്രി സെൽഷ്യസ് വരെ വന്നാലും നമ്മുടെ റൂമിലത്തെ കൂളിംഗ് അതുപോലെ തന്നെ എൽ ജി എ സി നിലനിർത്തും. 2025 എൽ ജി എ സി വരുന്നത് ADC സെൻസർ ടെക്നോളജിയുമായിട്ടാണ്. ഇതിൽ 3 സെൻസറുകളാണ് വരുന്നത്. ഒന്ന് ആംബിയൻറ്റ് സെൻസർ, ഡിസ്ചാർജ് സെൻസർ, കണ്ടൻസർ സെൻസർ. ഈ 3 സെൻസർ ഉപയോഗിച്ച് കംപ്രസറിൻ്റെ ആരോഗ്യം ഉറപ്പാക്കുന്നത് വഴി ഹൈ ഡ്യൂറബിലിറ്റിയും സേഫ്റ്റിയും സ്റ്റേബിൾ പെർഫോമൻസും നൽകുന്നു. ആദ്യത്തെ ആംബിയൻറ്റ് സെൻസർ ബാഹ്യ താപനില, പുറത്തുള്ള ചൂട് സെൻസ് ചെയ്ത് ഒപ്റ്റിമൽ കൂളിംഗ് സെറ്റ് ചെയ്ത് മോസ്റ്റ് എഫിഷ്യൻറ്റും മോസ്റ്റ് എഫക്റ്റീവ് കൂളിംഗുമാക്കി മാറ്റുന്നു. രണ്ടാമത്തെ സെൻസർ ഡിസ്ചാർജ് സെൻസർ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുകയും അതോടൊപ്പം കംപ്രസറിലെ റെഫ്രിജറൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ വാതകത്തിൻ്റെ അളവ് ചെക്ക് ചെയ്ത് കറക്റ്റാക്കുന്നു. മൂന്നാമത്തെ കണ്ടൻസർ സെൻസർ റെഫ്രിജറൻറ്റിൻ്റെ മർദ്ദം നിയന്ത്രിക്കുന്നു. എന്ന് വച്ചാൽ ഈ റെഫ്രിജറൻറ്റ് ഒരു ലിക്വിഡ് ഫോമിൽ നിന്നും ഗ്യാസ് രൂപത്തിലേക്ക് ആക്കുന്നു. എൽ ജി എ സിയിൽ ഡൈറ്റ് മോഡ് വരുന്നുണ്ട്. എ സി വർക്ക് ചെയ്ത് റൂം കൂളായി കഴിഞ്ഞാൽ എ സി ഡൈറ്റ് മോഡിലേക്ക് നമ്മൾ മാറ്റണം. 83% കറണ്ട് ചാർജ് ലാഭിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് എ സി വർക്ക് ചെയ്യുമ്പോൾ 1428 വാട്ട്സാണ് ഫുള്ളായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. ഡൈറ്റ് മോഡിലേക്ക് മാറ്റിയാൽ 252 വാട്ട്സേ വരികയുള്ളൂ. ഒരു എയർ കൂളർ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയെ വരികയുള്ളൂ. ഇവിടെ കംപ്രസർ യൂണിറ്റിൽ വരുന്നത് ഗോൾഡ്ഫിൻ ടെക്നോളജിയാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു തരാം. എൽ ജി എ സിയിൽ ഗോൾഡ്ഫിൻ പ്ലസ് വരുന്നുണ്ട്. ഗോൾഡ്ഫിൻ പ്ലസ് എൽ ജി എ സിയിൽ ഈർപ്പം, പൊടി, പുക എന്നിവയിൽ നിന്നും തടസ്സമില്ലാതെ തണുപ്പുറപ്പാക്കുന്നു. ദീർഘകാലം ആൻറ്റി കൊറോസീവ് കോട്ടിംഗ് കൊടുക്കുന്ന ഗോൾഡ്ഫിൻ പ്ലസ് എൽ ജി എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിനെ തുരുമ്പിൽ നിന്നും കൊറോഷനിൽ നിന്നും സംരക്ഷിക്കുകയും ഈട് വർദ്ധിപ്പിക്കുകയും തടസ്സമില്ലാതെ തണുപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. സ്മാർട്ട് ഡീഹ്യൂമിഡിഫിക്കേഷൻ
മെച്ചപ്പെടുത്തിയ ആശ്വാസവും ഊർജ്ജ സമ്പാദ്യവും. മൺസൂൺ കംഫർട്ട് ടെക്നോളജി ഈർപ്പമുള്ള സാഹചര്യങ്ങളിൽ 30.8% വരെ ഊർജ്ജം ലാഭിക്കുന്നു. പരമ്പരാഗത ഡീഹ്യൂമിഡിഫിക്കേഷൻ മോഡ് അപേക്ഷിച്ച് ഈ എ സിയിൽ ഓട്ടോ ക്ലീനിങ് ടെക്നോളജി വരുന്നുണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ട് ആദ്യത്തെ വർഷം 2 ഫ്രീ സർവീസ് ഉണ്ടെങ്കിൽ കൂടി ഇതിൽ ക്ലീൻ ചെയ്യാനായിട്ട് റിമോട്ടിൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോ ക്ലീനിങ് എന്ന് പറഞ്ഞ ടെക്നോളജി വർക്ക് ചെയ്യും. അങ്ങനെ എ സിനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഓട്ടോ ക്ലീനിങ് ഓട്ടോമാറ്റിക് ആയ ഒരു ഇന്റേണൽ ക്ലീൻ. എയർ കണ്ടീഷണർ എപ്പോഴും വൃത്തിയുള്ളതാണെന്ന് ഉറപ്പാക്കാൻ ഉള്ളിലെ ഈർപ്പം സ്വയമേവ ഉണക്കുന്നു. LGയിൽ മ്യൂട്ട് ഫംഗ്ഷൻ വരുന്നുണ്ട്. നിശബ്ദ പ്രവർത്തനം. സൈലന്റ് റിമോട്ട് കൺട്രോൾ ബട്ടണുകൾ AC പ്രവർത്തിപ്പിക്കുമ്പോൾ ശല്യപ്പെടുത്തുന്ന ബീപ് ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നു. LGയിൽ വരുന്നത് 100% കോപ്പറാണ് വരുന്നത്. സാധാരണ കോപ്പർ ട്യൂബ് അല്ലെങ്കിൽ റസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ വരുന്നത് 100% കോപ്പറാണ് വരുന്നത്. ACയിൽ ഓഷ്യൻ ബ്ലാക്ക് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് റസ്റ്റ് നിന്നും കൊറോഷൻ നിന്നും ഇത് സംരക്ഷിക്കപ്പെടും. ഇന്ത്യൻ അവസ്ഥകൾക്കായി ഓഷ്യൻ ബ്ലാക്ക് പ്രൊട്ടക്ഷൻ ഉള്ള 100% കോപ്പർ ട്യൂബുകൾ. ഇൻഡോർ യൂണിറ്റിലെ കോപ്പർ ട്യൂബുകളിൽ പ്രയോഗിക്കുന്ന പ്രത്യേക ഓഷ്യൻ ബ്ലാക്ക് പ്രൊട്ടക്ഷൻ മണൽ, ഉപ്പ്, വ്യാവസായിക പുക, മലിനീകരണം എന്നിവയാൽ ബാധിക്കപ്പെട്ട സാധാരണ ഇന്ത്യൻ പ്രദേശങ്ങളിലെ എയർ കണ്ടീഷണറിന് അസാധാരണമായ ഈട് നൽകുന്നു. തുരുമ്പും നാശവും തടയുന്നു. കഠിനമായ ഇന്ത്യൻ കാലാവസ്ഥയോ വ്യാവസായിക മലിനീകരണമോ മൂലമുണ്ടാകുന്ന തുരുമ്പിൽ നിന്നും എയർ കണ്ടീഷണറിനെ സംരക്ഷിക്കുന്ന ഇരട്ട വശങ്ങളുള്ള ആന്റി കോറഷൻ ഓഷ്യൻ ബ്ലാക്ക് പ്രൊട്ടക്ഷൻ ഈട് വർദ്ധിപ്പിക്കുന്നു. ബാഷ്പീകരണവും ഹീറ്റ് എക്സ്ചേഞ്ചറും കോറോഷൻ റെസിസ്റ്റന്റ് ആക്കി എയർ കണ്ടീഷണറിന്റെ ആയുസ് വർദ്ധിപ്പിക്കുക. ചെലവ് ലാഭിക്കൽ. പതിവ് അറ്റകുറ്റപ്പണികൾക്കുള്ള ചെലവ് നിയന്ത്രിക്കാനാകും.